അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലെ. ഒരു പാമ്പ് കടിയേറ്റ കഥ ഉണ്ടല്ലോ. ഒരു ഗോത്രത്തലവിന് പാമ്പ് കടിയേറ്റു. ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളിൽ റുഖിയ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മന്ത്രിച്ചൂതി കൊടുക്കാൻ പറ്റുന്നവരുണ്ടോ? പവിത്രമായ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിച്ചൂതി തരാം. ആ ചരിത്രത്തിൻ്റെ വിശദീകരണത്തിൽ അവർ ഞങ്ങൾക്ക് ആടുകൾ വേണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് ഹദിയ വേണമെന്ന് പറഞ്ഞു. അതല്ല, അവർ ചോദിക്കാതെ അവർ ഹദിയ കൊടുത്തു. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നവർക്ക് സംശയമായി. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. തങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഹരി എനിക്ക് തന്നേക്കണം എന്നും പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ഫാത്തിഹ ഓതി. തേളോ പാമ്പോ കടിച്ചിട്ട് ഈ മനുഷ്യൻ നീലിച്ച് കിടക്കുകയാണ്. ഒരു മരുന്നും ഒരു ഹോസ്പിറ്റലും ആംബുലൻസും ഒന്നും വരാനില്ല. മരുഭൂമിൻ്റെ നടുവിലാണ്. മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, കേരളക്കാരനായ നമ്മുടെ ചക്രവർത്തി പെരുമാൾ എന്ന് പറയുന്ന ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ട ഹബീബിൻ്റെ അടുത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന് വന്ന ചക്രവർത്തി പെരുമാൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചരിത്രം, ആ ഹദീസ് ഈ സ്വഹാബിൻ്റെതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരാണത് റിപ്പോർട്ട് ചെയ്തത്. 7 ഫാത്തിഹ ഓതി. ബോധം കെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ ഫഖാമ, അയാൾ എഴുന്നേറ്റു. കഅന്നമാ നശിത മിൻ അഖാൽ, ബോധം കെട്ട് വീണ ഒരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ 7 ഫാത്തിഹ ഓതി. ഒന്ന് ഒരു ഊത്തങ്ങ് ഊതിയപ്പോഴേക്കും അയാൾ എഴുന്നേറ്റു. അവർ ഒരു ആട്ടിൻ്റെ കൂട്ടം കൊടുത്തു. നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുന്നു സന്തോഷം കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇത് ആടിനെ കറക്കുകയോ അറക്കുകയോ ഒന്നിപ്പോൾ ചെയ്യണ്ട, തങ്ങളുടെ അടുത്തേക്ക് എത്തട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചെന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു, ഞങ്ങളുടെ റുഖിയ ചെയ്തപ്പോൾ അതുകൊണ്ട് ഫലം കിട്ടി. ആട് തന്നിട്ടുണ്ട് നബി, ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമോ? വമാ അദ്റാക അന്നഹാ റുഖിയ, അബൂ സഈദ് നിങ്ങൾക്കറിയുമോ, നിങ്ങളാ ചെയ്തത് ശരിയായ റുഖിയയാണ്.